നമസ്കാരം, വോൾട്ട ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്താണ്. അതായത് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കേൾക്കാറുണ്ട്, സബ്സിഡിയിൽ സോളാർ, അങ്ങനെ പല സിസ്റ്റംസ് ഉണ്ട്. പല ആൾക്കാരും വന്ന് ചോദിക്കാറുണ്ട് സബ്സിഡിയിൽ സോളാർ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ പറയാം. നമ്മളിപ്പോൾ ഓഫീസ് തുടങ്ങിയ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് പല ആളുകളും വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്താണ് ഓഫ് ഗ്രിഡ്, എന്താണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ്. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ചെയ്യുന്നുണ്ടായിരുന്നു, സെക്യൂരിറ്റി ക്യാമറാസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ അത് തന്നെ നെറ്റ്വർക്കിങ്, അതേപോലെ തന്നെ ഓഫ് ഗ്രിഡ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പല ആൾക്കാരും പല ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതൊക്കെ ഒരു പടം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഇൻറ്റീരിയറിൽ നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നു. ആർക്കും പെട്ടെന്ന് വന്നാലും, കാരണം ഇതിൻ്റെ ലൈറ്റ് ഒക്കെ ഓടണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ തോന്നുന്നത്. ഈ കാണുന്നതാണ് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞ സിസ്റ്റം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാറ്ററി ഇല്ലാത്തൊരു സിസ്റ്റത്തിന് പറയുന്നതാണ് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മെയിനായിട്ടും നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു, എന്തിനാണ് ഉപയോഗം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെൻറ് കുറേ സബ്സിഡീസ് കൊണ്ടുവരുന്നത്. MNREയുടെ സബ്സിഡീസ്, സൗരയുടെ സബ്സിഡി, പുതിയ ഇപ്പോൾ ഗവൺമെൻറ് പ്രൈം മിനിസ്റ്റർ പുതിയ സബ്സിഡി സ്കീം കൂടി ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ, ഏകദേശം 1 കോടി വീടുകളിലേക്ക് സോളാർ, ആ ഒരു സിസ്റ്റം എല്ലാം വന്നിട്ട് ഓൺ ഗ്രിഡാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ 2-3 പ്രത്യേകതകളാണ്. ഇതിന് വരുമ്പോൾ ലോ മെയിൻ്റനൻസ് കോസ്റ്റാണ്. നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മാത്രമാണ് ഇതിന് വരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 10 to 20 ഇയേഴ്സിലേക്ക് ഈ സാധനം വർക്ക് ചെയ്യും. കാരണം ഈ വരുന്ന ഇൻവേർട്ടറിൻ്റെ വാറണ്ടി, അതായത് ഓൺ ഗ്രിഡ് ഇൻവേർട്ടറിൻ്റെ വാറണ്ടി 10 വർഷം മിനിമം ഉണ്ട്. അതിന് 25 വർഷം വരെയുള്ള ഇൻവേർട്ടറുകളുണ്ട്. മൈക്രോ ഇൻവേർട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഈ കാണുന്ന സോളാർ എഡ്ജ്, അതേപോലെ ഈ കാണുന്ന സോളാർ എഡ്ജ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൻ്റെ തന്നെ എൻഫേസ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡുകളുണ്ട്. അതിനൊക്കെ 25 വർഷം വരെ വാറണ്ടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്രത്തോളം ഉള്ളതുകൊണ്ട് നമുക്കിത് ഭയങ്കര റിലയബിളാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ സമയത്ത് സോളാറിൽ നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യും. അത് ഈ കാണുന്നുണ്ടോ, നീല ലൈറ്റിലൂടെ പോലെ അല്ലെങ്കിൽ റെഡ് ലൈറ്റിലൂടെ ഇങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞ് ഇൻവേർട്ടറിലേക്ക് വരുന്നു. കാരണം ഈ വരുന്ന DC സപ്ലൈ ആയിരിക്കും. ഈ വരുന്ന DC സപ്ലൈനെ ഇൻവേർട്ടർ ഉപയോഗിച്ച് നമ്മൾ AC സപ്ലൈ ആക്കുന്നു. AC സപ്ലൈ ആക്കിയതിന് ശേഷം നമുക്ക് വീട്ടിൽ പകൽ ലോഡുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകും. വീട്ടിലെ ലോഡിൻ്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സപ്ലൈ നമ്മൾ SCB ഗ്രിഡിലേക്ക് കൊടുക്കും. ഇതൊരു നെറ്റ് മീറ്ററിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മളിത് കണക്ട് ചെയ്തേക്കണേ. അപ്പോൾ അത് നെറ്റ് മീറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര അങ്ങോട്ട് കൊടുത്തു, എത്ര ഇങ്ങോട്ട് എടുത്തു, അതിൻ്റെ നെറ്റായിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തതും അറിയാം, എടുത്തതും അറിയാം, നമുക്ക് നെറ്റും കാണാൻ പറ്റും. അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ KCB ബില്ല് വരുന്നത്. ഇതിന് കോസ്റ്റ് ഓഫ് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓഫ് ഗ്രിഡിനേക്കാളും വളരെയധികം കോസ്റ്റ് കുറവാണ്. ഇതിന് റെക്കമെൻഡ് ചെയ്യുന്ന കസ്റ്റമർ പലരും വന്നിട്ട് സോളാർ ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല സോളാർ ചെയ്യണമെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് സോളാർ ചെയ്തതിന് മാത്രം ഒരു കാര്യമില്ല, നമ്മൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്ന സമയത്ത് ഒരു 1000 അല്ലെങ്കിൽ 2000 കറണ്ട് വരുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും ഓൺ ഗ്രിഡിലേക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 5 വർഷം കണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ 2 ലക്ഷം രൂപ മുടക്കുവാണെങ്കിൽ നമുക്കത് തിരിച്ച് കിട്ടിയാലാണ് ഇതിൻ്റെ അത് ലാഭമുള്ളൂ. കാരണം 10 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ അന്നത്തെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു 4000 മിനിമം കറണ്ട് ബില്ല് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ 2000 വെച്ചിട്ട് മാക്സിമം എന്താ ഉപയോഗിക്കേണ്ടത്, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹീറ്റർ ഉപയോഗിക്കുക, വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുക, പമ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ഉപയോഗം കൂട്ടുവാണെങ്കിൽ ഓൺ ഗ്രിഡ് ലാഭകരമാണ്. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടിയുണ്ട്. എപ്പോൾ നമ്മുടെ KCBയിൽ സപ്ലൈ പോയാലും അപ്പോൾ തന്നെ നമ്മുടെ ഇൻവേർട്ടർ ഓഫ് ആയി പോകും. അത് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അല്ല ശരിക്കും. പണ്ടൊക്കെ നമ്മുടെ കേട്ടിട്ടുണ്ട്, ജനറേറ്റർ ഓണാക്കി, അതായത് കറണ്ട് പോകുന്ന സമയത്ത് ജനറേറ്റർ ഓണാക്കി തിരിച്ച് ലൈനിലേക്ക് സപ്ലൈ കയറി പോയി കുറേ ആൾക്കാർക്ക് അപകടം പറ്റിയിട്ട്. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സപ്ലൈ പോകുന്ന സമയത്ത് ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഓൺ ഗ്രിഡ്. അതായത് KCB ഉള്ളപ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന സിസ്റ്റത്തിന് പറയുന്നത് ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഉപയോഗം കൂടുക, അതായത് നമുക്ക് കുറേ കറണ്ട് ഉപയോഗമുണ്ട്, നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കണം, അങ്ങനെയുള്ള സ്ഥിതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ വരുന്നത് ഓൺ ഗ്രിഡ് എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കണ്ടുപിടി. ഗുഡ് ബൈ.